നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലുള്ള ഒരു തൊഴിലവസരമാണ്. നമുക്കറിയാവുന്നതുപോലെ എത്രയോ വർഷമായി റോബസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് .NET ഡെവലപ്മെൻറ്റ് മേഖല. ASP.NET, VB.NET ഒക്കെ കാലം മുതൽ തന്നെ അത് വളരെ പോപ്പുലറായിരുന്നു. .NET ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ .NETുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ് ടെക്നോ പാർക്കിലുള്ള ഒരു മികച്ച കമ്പനിയാണ് ഈ ഓപ്പർച്യൂണിറ്റി നൽകുന്നത്. അപ്പോൾ .NET മേഖലയിൽ നിങ്ങൾക്ക് ഒരു വർഷം മുതൽ 2 വർഷം വരെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഡീറ്റെയിൽസ് ഒന്ന് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറയാം. അതെല്ലാം വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ .NET വളരെ റോബസ്റ്റായി വളരെ വർഷങ്ങളായിട്ട് പോപ്പുലറായിട്ടുള്ള ടെക്നോളജിയാണ്. ഒരുപാട് കമ്പനികൾ അതിൽ ഇപ്പോഴും ഡെവലപ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. മുൻകാലങ്ങളിൽ ചെയ്തു വെച്ച പല സോഫ്റ്റ്വെയറുകളും ഇപ്പോഴും പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾക്കും എല്ലാം .NET ഡെവലപ്പേഴ്സിനെ എല്ലാ കാലത്തും ആവശ്യവുമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറയുന്നത് കെൻലാൻഡ് IT സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം. ഇവരെ സംബന്ധിച്ച് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞാനിപ്പോൾ പറഞ്ഞ കെൻലാൻഡ് IT സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം. അപ്പോൾ ഇവർക്കാണ് .NET ഡെവലപ്പേഴ്സിനെ ആവശ്യമുള്ളത്. അപ്പോൾ ഇവരുടെ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണ്, ഏതൊക്കെ സ്കിൽസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നൊക്കെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവർക്ക് പ്രധാനമായിട്ട് ഇവർ ആവശ്യപ്പെട്ടേക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ IT-യിൽ ഒരു ഗ്രാജുവേറ്റ് എന്നുള്ളത് ഇവർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അവർ അങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റിനെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഞാനിത് എടുത്ത് പറയാൻ കാരണം ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട് ഫിസിക്സോ മറ്റ് കൊമേഴ്സോ ഒക്കെ പോലെ സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് അതിന് ശേഷം .NET പഠിച്ചെടുത്ത് വർക്ക് ചെയ്തവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർ സ്പെസിഫിക്കലി പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT മേഖലയിൽ ഒരു ഡിഗ്രി ഉള്ളവരെയാണ് ഇവർക്ക് ആവശ്യമുള്ളത്. അതും 1 to 2 ഇയേഴ്സ് ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസും ഇവർ പറയുന്നുണ്ട്. 1 വർഷം മുതൽ 2 വർഷം വരെ എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷർ എന്നുള്ള നിലയിലുള്ളവർക്കും അപേക്ഷിക്കാം എന്ന് അവർ പ്രത്യേകമായിട്ട് അവരുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പിന്നെ C# പ്രോഗ്രാമിങ്ങിൽ സ്കില്ലുള്ളവരായിരിക്കണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ .NET കോർ ഉപയോഗിച്ചുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മേഖലയിലൊക്കെ ഒരു പരിചയമുള്ള ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ബൂട്ട് സ്ട്രാപ്പുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള അതുപോലെയുള്ള ഫ്രണ്ട് എൻഡ് ഫ്രെയിംവർക്കുകളൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ റിലേഷണൽ ഡേറ്റാബേസുകൾ, എൻറ്റിറ്റി ഫ്രെയിംവർക്ക്സ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി, ORM ടൂൾസ് ഉപയോഗിച്ച് ഉള്ള ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു പരിചയം, ഈ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതൊരു .NET അവസരമാണ്. .NETനെ കുറിച്ച് ഒരു ധാരണയുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഞാൻ ഈ പറഞ്ഞ സ്കിൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ 1 വർഷം മുതൽ 2 വർഷം വരെ എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ടെക്നോ പാർക്കിൽ തന്നെയുള്ളൊരു മികച്ച കമ്പനി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുപക്ഷെ നിങ്ങൾക്കൊരു കരിയർ അപ്ഗ്രേഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 8-ാം തീയതിയാണ്. 2025 മെയ് 8-ാം തീയതിക്കുള്ളിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഇമെയിൽ ID ഉണ്ട്. അതിലേക്ക് നിങ്ങളുടെ റെസ്യൂമേ, നിങ്ങളുടെ റീസെൻ്റ് ആയിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കാം. ഞാൻ അപ്ലൈ ചെയ്യേണ്ട ഇമെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് കണ്ട് നോക്കി മനസ്സിലാക്കി അതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ .NETുമായി ബന്ധപ്പെട്ട് നല്ല ഒരു ടെക്നോളജി ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പെർഫോം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും കൂടെ വളർത്തിയെടുക്കുക. കാരണം ഇത്തരം കമ്പനികളൊക്കെ അവർ ചെയ്യുന്നത് .NETുമായി ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഒരു മെഷീൻ ടെസ്റ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് പോവുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാനൊന്ന് ശ്രമിക്കാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ .NET പഠിച്ചവരൊക്കെയാണ്, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരാണ്, അവർക്കിത് ഉപകാരപ്പെട്ടേക്കാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ ഒന്ന് ശ്രമിക്കുക. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്.